24 നില കെട്ടിടത്തിന്റെ അത്രയും ഉയരം. അതായത് ഈഫിൽ ടവർ ചെരിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അത്രത്തോളമാണ് ഇതിന്റെ നീളം. ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വീതി. 90 വിമാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു സൂപ്പർ കാരിയർ. US നേവിയുടെ ലിമിറ്റ് ക്ലാസ് വിമാനവാഹിനി കപ്പൽ പരമ്പരയിലെ 8ാമത്തെ കപ്പലായ USS ഹാരിസ് ട്രൂമാനെക്കുറിച്ചാണ് പറയുന്നത്. ഈ കപ്പലിന് നേരെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള വാസസ്ഥലങ്ങളിൽ നിന്നും US നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ പ്രത്യാക്രമണം നടത്തുന്നതിൽ ഹൂതികൾ സജീവമാണ്. USനെതിരെ പ്രതികാരം ചെയ്യാൻ ഹൂതികൾ സജീവമാകുമ്പോൾ ഹാരിസ് ട്രൂമാൻ എന്ന പേര് ആവർത്തിച്ച് കേൾക്കുകയാണ്. സൂപ്പർ പവറായ അമേരിക്കയോട് പ്രതികരിക്കാൻ ഹൂതികൾ ഈ ഭീമൻ കപ്പലിനെയാണ് നിരന്തരം ലക്ഷ്യമിടുന്നത്. ചെങ്കടലിൽ ഹാരിസ് ട്രൂമാന്റെ പ്രസക്തി എന്താണ്? USS ഹാരിസ് ട്രൂമാൻ അഥവാ CVN-75 ഒരു നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലാണ്. ആഗോള സമുദ്രമേഖലയിൽ പ്രത്യേകിച്ച് ചെങ്കടലിൽ പ്രധാന സാന്നിധ്യമാണ്. 1945 മുതൽ 1953 വരെ USന്റെ 33ാമത് പ്രസിഡന്റായിരുന്നു ഹാരിസ് ട്രൂമാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനവും ശീതയുദ്ധത്തിന്റെ തുടക്കവും ഉൾപ്പെടെ സുപ്രധാന സംഭവങ്ങളാൽ ട്രൂമാന്റെ പ്രസിഡന്റ് സ്ഥാനം അടയാളപ്പെടുത്തി. 1998 കമ്മീഷൻ ചെയ്ത USS ഹാരിസ് ട്രൂമാൻ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ്. 1,00,000 ടണ്ണിലധികം ഭാരവും 1092 അടി നീളവുമുണ്ട്. 2 ആണവ റിയാക്ടറുകളാണ് കപ്പലിന് കരുത്ത് പകരുന്നത്. കൂടാതെ 5000-ലധികം ഉദ്യോഗസ്ഥരുടെ സംഘവുമുണ്ട്. SH-60 സീഹോക്ക് ഹെലികോപ്റ്ററുകൾ എന്നിവയുൾപ്പെടെ 60-ലധികം വിമാനങ്ങളാണ് ഇതിന്റെ വ്യോമവിഭാഗത്തിലുള്ളത്. മിഡിൽ ഈസ്റ്റ്, മെഡിറ്ററേനിയൻ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ USS ഹാരിസ് ട്രൂമാൻ വിന്യസിച്ചിട്ടുണ്ട്. ചെങ്കടലിന്റെ തന്ത്രപരമായ പ്രാധാന്യവും യമനിലും മറ്റിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും കണക്കിലെടുക്കുമ്പോൾ ചെങ്കടലിൽ ട്രൂമാന്റെ സാന്നിധ്യം പ്രാധാന്യമർഹിക്കുന്നു. യമൻ സർക്കാരിനും സൗദി നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾക്കുമെതിരെ പോരാടുന്ന ഹൂതി വിമതർ ചെങ്കടലിൽ USS ഹാരിസ് ട്രൂമാനെയും മറ്റ് US യുദ്ധക്കപ്പലുകളെയും ആവർത്തിച്ച് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. USന്റെയും സഖ്യസേനയുടെയും കപ്പലുകളെ ആക്രമിക്കാൻ ഹൂതികൾ കപ്പൽ വിരുദ്ധ മിസൈലുകളും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് US നാവികസേനയ്ക്ക് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും പ്രതികാര ആക്രമണങ്ങൾ നടത്താനും പ്രേരിപ്പിക്കുകയുണ്ടായി. ചെങ്കടലിലെ USS ഹാരിസ് ട്രൂമാന്റെ സാന്നിധ്യം US സൈനിക ശക്തിയുടെയും മേഖലയിലെ നാവിഗേഷൻ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധതയുടെയും പ്രകടനമായി കണക്കാക്കപ്പെടുന്നു. കപ്പലിലെ വിമാനങ്ങൾ ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും പട്രോളിംഗും രഹസ്യാന്വേഷണ ദൗത്യങ്ങളും നടത്തിയിട്ടുണ്ട്. ഇത് കടൽക്കൊള്ളക്കാരെയും മറ്റ് സമുദ്രഭീഷണികളെയും തടയാൻ സഹായിക്കുന്നു. സൈനിക പങ്കിനു പുറമെ മേഖലയിലെ മാനുഷിക സഹായ ദുരന്തനിവാരണ പ്രവർത്തനങ്ങളിലും USS ഹാരിസ് ട്രൂമാൻ പങ്കാളിയായിട്ടുണ്ട്. അഭയാർത്ഥികൾക്കും കുടിയിറക്കപ്പെട്ടവർക്കും കപ്പലിലെ ജീവനക്കാർ വൈദ്യസഹായവും മറ്റും പിന്തുണയും നൽകുന്നു. കൂടാതെ ചുഴലിക്കാറ്റുകൾ, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ പ്രതികരിക്കാനും സഹായിച്ചിട്ടുണ്ട്. ചെങ്കടലിലെ കപ്പലുകൾക്ക് സ്ഥിരതയും സുരക്ഷയും നിലനിർത്തുന്നതിൽ USS ഹാരിസ് ട്രൂമാൻ സുപ്രധാന പങ്ക് വഹിക്കുന്നു. സാധ്യതയുള്ള എതിരാളികൾക്ക് ട്രൂമാന്റെ സാന്നിധ്യം ഒരു പ്രതിരോധമായി വർത്തിക്കുകയാണ്. കൂടാതെ മേഖലയിൽ USന്റെയും സഖ്യസേനയുടെയും പ്രവർത്തനങ്ങൾക്ക് ട്രൂമാനിലെ വിമാനങ്ങളും ജീവനക്കാരും നിർണായക പിന്തുണ നൽകുന്നു. ആഗോള സുരക്ഷാ മേഖല വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ USS ഹാരിസ് ട്രൂമാൻ US നാവികസേനയ്ക്ക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിനുള്ള US പ്രതിബദ്ധതയുടെ പ്രതീകമായി തുടരുകയാണ്.